നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിലും ദിനചര്യകളിലും കൃത്യമായ സംരക്ഷണം ആവശ്യമാണ്. കുടുംബത്തിലെ കാര്യങ്ങളിൽ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ ശാന്തത പാലിക്കുക. ശാരീരിക ക്ഷമത നിലനിർത്താൻ ക്രമമായ വിശ്രമം ഉപകരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബപരമായ ആവശ്യങ്ങൾക്കായി ധനവിനിയോഗം വേണ്ടിവരും. മനസ്സിന് പുതിയ ഉന്മേഷവും പ്രസരിപ്പും അനുഭവപ്പെടും. സമൂഹത്തിലെ പ്രമുഖരിൽ നിന്നും മുതിർന്ന വ്യക്തികളിൽ നിന്നും അനുയോജ്യമായ പ്രശംസയും അംഗീകാരവും ലഭ്യമാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പഠന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. കൃഷിയിൽ നിന്നും കരിയറിലെ പുതിയ മാറ്റങ്ങളിൽ നിന്നും ആഗ്രഹിച്ച ധനലാഭം കൈവരും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുതിയ തൊഴിൽ അവസരങ്ങൾക്കായി നടത്തുന്ന ശ്രമങ്ങൾ വിജയത്തിലെത്തും. നിയമരംഗത്തും നീതിപീഠത്തിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈശ്വരാധീനമുള്ളതിനാൽ നേരിടുന്ന പ്രതിസന്ധികളെ വിജയകരമായി മറികടക്കുവാൻ സാധിക്കും. വിവിധ വഴികളിലൂടെ ധനാഗമനം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ കാലതാമസം നേരിട്ടേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും തികച്ചും അനുയോജ്യമായ സമയമാണ്. മത്സര പരീക്ഷകൾ എഴുതിയവർക്ക് സർക്കാർ സർവീസിലോ പുതിയ സ്ഥാപനങ്ങളിലോ പ്രവേശിക്കുവാൻ അനുകൂലമായ അവസരങ്ങൾ ഒരുങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ പകുതി ഭാഗം. പ്രതികൂല സാഹചര്യങ്ങളെ പക്വമായ ചിന്തകൾ കൊണ്ട് പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സാങ്കേതിക വ്യാപാരത്തിലും കച്ചവടത്തിലും വലിയ പുരോഗതി ദൃശ്യമാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വ്യാപാര സ്ഥാപനങ്ങളിലെ പണം ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക. പങ്കാളിത്ത സംരംഭങ്ങളിൽ കൃത്യമായ കരാറുകൾ രൂപീകരിക്കേണ്ടതുണ്ട്. വയസ്സായ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക പരിഗണന നൽകുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സ്വകാര്യ വസ്തുക്കളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുക. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും ആസൂത്രണത്തിലൂടെ മുന്നോട്ട് പോകുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ബന്ധുക്കളുമായി ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് സ്ഥലം മാറ്റവും പുതിയ ചുമതലകളോ ഉണ്ടാകാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാവുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വ്യാപാരികൾക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക തിളക്കമുള്ള ദിവസമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് തീരുമാനമാകും. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അനുമതികളും ലഭ്യമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിയമപരമായ കാര്യങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സിലും തന്ത്രപരമായ സമീപനം സ്വീകരിക്കുക. വാഹനോപയോഗത്തിലും യാത്രകളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് സമാധാനം നൽകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.